സോ ബിഗ് ബോസ് മലയാളം സീസൺ 8 സെലിബ്രിറ്റി കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് വരുന്നതെന്ന് അറിയാൻ പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയാണ്. അത് ഈ ഒരു സീസണിലേക്ക് നമ്മുടെ കോമണേഴ്സിന് കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു റിപ്പോർട്ടുകൾ പ്രകാരം ഹിന്ദി സീസൺ 19 പോലെ ഒരു പൊളിറ്റിക്സ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കോമണേഴ്സും അതുപോലെ തന്നെ സെലിബ്രിറ്റീസും തമ്മിലൊരു കോമ്പറ്റീഷൻ എന്ന രീതിയിലാണ് തീം പറഞ്ഞു കേൾക്കുന്നത്. അതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. എനിവേസ്, കോമണേഴ്സിന് പ്രാധാന്യം കൊടുക്കുന്ന ഈ ഒരു സീസണിലേക്ക് സെലിബ്രിറ്റി കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സിനി സീരിയൽ മേഖലയിൽ നിന്നുള്ള ആർട്ടിസ്റ്റ് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള കണ്ടസ്റ്റൻസ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, റീൽ ക്രിയേറ്റേഴ്സ്, അതുപോലെ തന്നെ കോൺട്രാവേഴ്സി താരങ്ങൾ ബിഗ് ബോസിലേക്ക് വരാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അതുപോലെ ഫിറ്റ്നസ്, സ്പോർട്സ്, അതുപോലെ നിരവധി മേഖലയിൽ നിന്ന് വരുന്ന സെലിബ്രിറ്റി കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് അറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് അതിലേക്ക് പോകാം. ആദ്യം ഒരു പാർട്ട് 1 നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടിരുന്നു. അപ്പൊ ഇതൊരു പാർട്ട് 2 ആയിട്ട് കാണുക. അപ്പം അതിനിടയിൽ നമ്മുടെ കോമണേഴ്സിനുള്ള എൻട്രിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. സോ നിങ്ങൾ പ്രേക്ഷകരൊക്കെ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്തിരിക്കുമെന്ന് കരുതുന്നു. ഓൾറെഡി ബിഗ് ബോസിന്റെ സൈറ്റിൽ നിന്നും കോമണേഴ്സിന് പലർക്കും കോൾ എത്തി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ കിട്ടുന്നുണ്ട്. എന്താണെങ്കിലും കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽസ് കിട്ടിയതിന് ശേഷം അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. എനിവേസ്, നമുക്ക് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിലേക്ക് തന്നെ പോകാം. ഇതിനെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. ആദ്യം തന്നെ മുൻ സീസണുകളിലൊക്കെ കേട്ടുപരിചയമുള്ള ഒരു ആക്ടറാണ്. യങ് ആക്ടർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. സീരിയൽ മേഖലയിൽ അല്ലെങ്കിൽ ഇതുപോലെ CCL താരമൊക്കെ ആയിട്ടുള്ള സ്പോർട്സ് മേഖലയിൽ നിന്നൊക്കെ ഉള്ള നമ്മുടെ വിവേക് ഗോപനാണ്. അപ്പൊ മുൻ സീസണുകളിൽ സീസൺ 5 മുതൽ അല്ലെങ്കിൽ സീസൺ 4 മുതലൊക്കെ ആളുടെ പേര് കേൾക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസിലേക്ക് എത്തുമെന്നൊക്കെ. എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് അധികം സീരിയലുകളുടെ തിരക്കുകളും കാര്യങ്ങളും ഇല്ല എന്ന് തന്നെ കരുതുന്നു. കഴിഞ്ഞൊരു ലോക്സഭ ഇലക്ഷനിലൊക്കെ ആൾ ഉണ്ടായിരുന്നതാണ്. സോ നമുക്ക് നോക്കാം ഈ ഒരു സീസണിലേക്ക് വിവേക് ഗോപൻ എത്തുമോ എന്ന്. സാധ്യതകൾ വളരെയധികം കൽപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. കഴിഞ്ഞ സീസണിലൊക്കെ നല്ലൊരു സാധ്യതയും കൊടുത്തിരുന്നു വിവേക് ഗോപൻ ബിഗ് ബോസിലേക്ക് എത്തുമെന്നൊക്കെ. എന്തായാലും നമുക്ക് നോക്കാം വിവേക് ഗോപൻ ബിഗ് ബോസ് മലയാളം സീസൺ 8 എത്തുമോ എന്ന്. അടുത്തത് നമ്മുടെ കണ്ടന്റ് ക്രിയേറ്റർ ആണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കാറ്റഗറിയിൽ നിന്നും അർജു എന്നറിയപ്പെടുന്ന അർജുനാണ്. അപ്പം ഈ ഒരു സീസണിലും കഴിഞ്ഞ സീസണിലും കേട്ടിരുന്നു സാധ്യതകൾ. ബട്ട് കഴിഞ്ഞ സീസണിൽ അർജുൻ അതുപോലെ തന്നെ നമ്മുടെ അർജുന്റെ വൈഫായിട്ടുള്ള അപർണയും കൂടി ഒന്നിച്ചൊരു കപ്പിൾ എൻട്രി ഒക്കെ നടത്തുമെന്നുള്ള ഒരു റൂമറുകളൊക്കെ കഴിഞ്ഞ സീസണിന്റെ സമയത്തും വൈൽഡ് കാർഡ് എൻട്രി സമയത്തും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് പരന്നതാണ്. എന്നാണെങ്കിലും ഈ ഒരു സീസണിൽ അർജുന് തന്നെ ഒരു സിംഗിൾ എൻട്രി ഒക്കെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. സോ നമുക്ക് നോക്കാം ഒരു സിംഗിൾ എൻട്രി ആകുമോ അതോ ഒരു കപ്പിൾ എൻട്രി ഒക്കെ ഈ ഒരു സീസണിലേക്ക് അർജുൻ നടത്തുമോ എന്നൊക്കെ. എന്താണെങ്കിലും ഒരു കാലത്ത് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ഹൈപ്പും നല്ല രീതിയിൽ റീച്ചൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അർജുൻ എന്ന് പറയുന്ന അർജുൻ. സോ നമുക്ക് നോക്കാം അടുത്തത് ആരാണെന്ന്. അടുത്തത് നമ്മൾ ഉപ്പും മുളകും ഫെയിം ആയിട്ടുള്ള ബിജു സോപാനമാണ്. കഴിഞ്ഞ തവണയും അതിന് മുന്നിലത്തെ സീസണിലും ബിജു സോപാനത്തിന്റെ പേര് പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റു പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ ചർച്ചകളിലൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ കഴിഞ്ഞ ഒരു സീസണിന്റെ സമയത്ത് കുറച്ച് കോൺട്രാവേഴ്സികളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേട്ടതാണ്. അവരും അവരുടെ സീരിയലുമായി ബന്ധപ്പെട്ട് കുറച്ച് കോൺട്രാവേഴ്സി സംഭവങ്ങളൊക്കെ. എന്താണെങ്കിലും ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് നടക്കുന്ന സമയത്ത് നല്ലൊരു സാധ്യത ബിജു സോപാനത്തിന് ബിഗ് ബോസിലേക്ക് പറഞ്ഞിരുന്നു. സോ ഈ ഒരു സീസണിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പൊ സീരിയലിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നു. സോ ബിഗ് ബോസിലേക്ക് ഒരു സീനിയർ ആക്ടർ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ആർട്ടിസ്റ്റ് കാറ്റഗറിയിൽ ബിഗ് ബോസ് മലയാളം സീസൺ 8 ഒരു പ്രതീക്ഷയുണ്ട്. സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കത്തില്ല. എനിവേസ്, നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഒരു സീനിയർ ആയിട്ടുള്ള ആക്ട്രസ് ആണ്. സീരിയൽ രംഗത്ത് നിന്നും വരുന്ന മീര വസുദേവാണ്. ഇപ്പം സീരിയൽ മേഖലയിലാണ് ആള് പ്രധാനമായിട്ടും നിലനിൽപ്പുള്ളത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഫാമിലി ഇഷ്യൂസ് ഒക്കെ വന്ന് കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് കോൺട്രവേഴ്സികളിൽ ആളും ഉൾപ്പെടുന്നുണ്ട്. സോഷ്യൽ മീഡിയ ചർച്ചകളിലും അതുപോലെ തന്നെ പല ട്രോളുകളിലും പോസ്റ്റുകളിലും ഒക്കെ ആളുടെ പേരും കേൾക്കുന്നുണ്ട്. സോ മീര വസുദേവ് ഒരു സീനിയർ ആർട്ടിസ്റ്റ് കാറ്റഗറിയിൽ ബിഗ് ബോസിലേക്ക് ഇപ്പൊ സൂര്യ TV എന്തോ ഒരു സീരിയലിന്റെ ഭാഗം കൂടിയാണ്. സോ വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 8 ഒരു സാധ്യതകൾ കാണുന്നുണ്ട്. അടുത്തതും പറയാൻ പോകുന്നത് മുൻ സീസണുകളിലൊക്കെ കേട്ടുപരിചയമുള്ള അല്ലെന്നുണ്ടെങ്കിൽ ഒരു കപ്പിൾ എൻട്രി പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയുടെ പേരാണ്. അതായത് നമ്മുടെ അപർണ തോമസ്, അതുപോലെ ഹസ്ബൻഡ് ആയിട്ടുള്ള ജീവ. സീസൺ 4 മുതൽ ഇവരുടെ പേര് കേൾക്കുന്നതാണ്. സീസൺ 4 ജീവയും അതുപോലെ തന്നെ അപർണ തോമസിന്റെ ഒരു
കപ്പിൾ എൻട്രി ഒക്കെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിരുന്നു ഒരു വൈൽഡ് കാർഡ് എൻട്രിയുടെ സമയത്ത്. നമ്മളും അതേപറ്റി വീഡിയോയും കാര്യങ്ങളും ഒക്കെ ഇട്ടിരുന്നു. എന്നാൽ അവസാന നിമിഷം തള്ളിപ്പോയിരുന്നു. പിന്നീട് പല സീസണുകളിലും ഇവരുടെ പേരുകളും കേട്ടിരുന്നു. ഇപ്പോൾ ഇതാ സിംഗിൾ ആയിട്ട് അപർണ തോമസിന്റെ തന്നെ ഒരു സിംഗിൾ എൻട്രി ഈ ഒരു സീസണിലേക്ക് വരുമെന്നുള്ള ചില റൂമറുകളൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് നോക്കാൻ വരുമോ ഇല്ലയോ എന്ന്. സാധ്യതകളുള്ള ഒരു സമയമാണ് അപർണയ്ക്ക് ഈ ഒരു സീസണിലേക്ക്. ബട്ട് സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമൊക്കെ ആയിട്ട് അത്യാവശ്യം തിരക്കുകൾ ഉള്ളത് കൊണ്ട് വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എനിവേസ് നമുക്ക് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ആളുടെ പേരും ഉൾപ്പെടുത്താം. അടുത്തതും ഒരു ആർട്ടിസ്റ്റ് കാറ്റഗറിയിൽ നിന്നാണ്. ആർട്ടിസ്റ്റ് കാറ്റഗറി എന്ന് പറയുമ്പം സിനിമ, സീരിയൽ, അതുപോലെ തന്നെ വെബ് സീരീസ് എല്ലാ മേഖലകളിൽ നിന്നുമുള്ള നമ്മുടെ ജീവൻ ഗോപാലാണ്. ജീവൻ ഗോപാലിനെ പറഞ്ഞു കഴിയുമ്പോൾ കഴിഞ്ഞ ഒരു സീസണിലെ വിന്നറായിട്ടുള്ള അനുമോളുടെ എക്സ് ലവർ എന്നൊക്കെ പറഞ്ഞ സോഷ്യൽ മീഡിയകളിലൊക്കെ പ്രചരിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ജീവൻ ഗോപാൽ. സോ ഈ ഒരു സീസണിലേക്ക് എത്തുമോ എന്ന് നോക്കാം. കഴിഞ്ഞൊരു സീസണിൽ ഒരു പ്രൊമോഷന്റെ, അവരുടെ വെബ് സീരീസിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് ഒരു എൻട്രി കിട്ടിയത് കൊണ്ട് ബിഗ് ബോസിലേക്കുള്ള ജീവന്റെ സാധ്യതകളെ പറ്റി നമുക്ക് സംശയമുണ്ട്. ബട്ട് നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ്. ഇവരൊക്കെ അത്യാവശ്യം സാധ്യത കൽപ്പിക്കുന്ന ഒരു വ്യക്തികൾ കൂടി ആയതുകൊണ്ട് നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തുന്നില്ല. സോ ജീവൻ ഗോപാൽ ചിലപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് കഴിഞ്ഞൊരു സീസണിനാലും എത്തിയത് കൊണ്ട് തന്നെ ആ ഒരു സംഭവം കണക്റ്റഡ് ആക്കിക്കൊണ്ട് ഒരു എക്സ് ലവർ എന്ന രീതിയിൽ ചെറിയ സോഷ്യൽ മീഡിയ ചർച്ചകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ബിഗ് ബോസിന്റെ ടീം മിക്കവാറും ജീവൻ ഗോപാലിനെ കൂടെ ബിഗ് ബോസിലേക്ക് വിളിക്കാനുള്ള സാധ്യതകളുണ്ട്. സോ അടുത്തത് ആരാണെന്ന് നോക്കാം. ഇതും ഒരു സീനിയർ ആക്ട്രസ് ആണ്. സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് കാറ്റഗറിയിൽ നിന്നും സിനി സീരിയൽ രംഗത്തുള്ള നമ്മുടെ നീന കുറുപ്പാണ്. നിലവിൽ പത്രമാറ്റ് സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. സോ ബിഗ് ബോസിലേക്ക് വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ബട്ട് ഇതുപോലെ ഒരു അവസരങ്ങൾ കിട്ടുമ്പോൾ തള്ളിക്കളയാനുള്ള സാധ്യതകളുമില്ല. ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഏഷ്യാനെറ്റിന് തന്നെ ഫാമിലിയിൽ നിന്നും, സീരിയൽ ഫാമിലിയിൽ നിന്നും നീന കുറുപ്പിനെ നമ്മൾ ഈ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. കഴിഞ്ഞ സീസണിലും നമ്മൾ നീന കുറുപ്പിന്റെ പേര് കേട്ടതാണ്. അടുത്തത് സാധ്യതകൾ വളരെ കുറവാണെങ്കിലും പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ നമ്മൾ എപ്പോഴും ഉൾപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. അതായത് ആളൊരു എന്താ പറയുക, സോഷ്യൽ ആക്ടിവിസ്റ്റ്, അതുപോലെ തന്നെ കമന്റേറ്റർ. നമുക്കറിയാം അത്യാവശ്യം എല്ലാ വള്ളികളും കയറി പിടിക്കുന്ന ഒരു കോൺട്രാവേഴ്സീസ് താരം കൂടിയാണ് രാഹുൽ ഈശ്വർ. അപ്പം എല്ലാ സീസണുകളിലും ആളുടെ പേര് കേൾക്കുന്നുണ്ട്. അത്യാവശ്യം സംസാരിക്കാൻ അറിയാവുന്നത് കൊണ്ട് തന്നെ എല്ലാ സീസണിലും ആളുടെ ഒരു പേര് ബിഗ് ബോസിന്റെ സീസൺ വരുമ്പോൾ കേൾക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിലും ആളുടെ പേര് പ്രഡിക്ഷൻ ലിസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തുന്നില്ല. 2013 സൂര്യ ടിവിയിൽ ഉണ്ടായിരുന്ന മലയാളി ഹോസ്റ്റ് ബിഗ് ബോസിന്റെ ഒരു മലയാളം വേർഷനിൽ പങ്കെടുത്ത് വിജയിച്ച ആൾ കൂടിയാണ്. സോ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വിന്നർ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഫോർമാറ്റിൽ. സോ ഈ ഒരു സീസണിൽ വരുവോ വരാതിരിക്കുമോ നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിൽ രാഹുൽ ഈശ്വറിന്റെ പേര് കൂടെ ഉൾപ്പെടുത്തുകയാണ്. അടുത്തത് മുൻ സീസണുകളിലൊക്കെ അല്ലെങ്കിൽ മിക്ക സീസണുകളിലും പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് ടീച്ചറും ആക്ടിവിസ്റ്റും ഫെമിനിസ്റ്റ് ഒക്കെ ആയിട്ടുള്ള ശ്രീലക്ഷ്മി അറക്കൽ. ആളെത്തുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. കാരണം സോഷ്യൽ മീഡിയകളിൽ കൂടെയുള്ള ഒരു വാക്പോരുകളും അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ബിഗ് ബോസ് പോലെയുള്ള ഒരു നാഷണൽ ടെലിവിഷൻ ചാനലിലേക്കൊക്കെ അവരെത്തുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും 3-4 സീസണുകളിലായിട്ട് ആളുടെ പേര് ബിഗ് ബോസിലേക്ക് കേൾക്കുന്നുണ്ട്. ശ്രീലക്ഷ്മി അറക്കൽ ബിഗ് ബോസിൽ വരുമെന്നൊക്കെ. സോ ഈ ഒരു സീസണിലും നല്ല രീതിയിലുള്ള സാധ്യതകളുണ്ട്. ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നൊരു കോള് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സോ അവരുടെ പേര് നമ്മൾ ഈ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. അടുത്തത് ഒരു യങ് ആക്ട്രസ് ആയിട്ടുള്ള മൃദുല വിജയാണ്. ഏഷ്യാനെറ്റിന്റെ തന്നെ സീരിയൽ ഫാമിലിയിൽ നിന്ന് വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ മാജിക് ഫെയിം കൂടിയാണ്. ഇവരുടെ ഒരു എന്താ പറയുന്നത്, മൃദുലയും അതുപോലെ തന്നെ യുവാകൃഷ്ണ, ഹസ്ബൻഡ് ആയിട്ടുള്ള യുവാകൃഷ്ണയുടെ പേരും കഴിഞ്ഞ സീസണിൽ നമ്മൾ കേട്ടിരുന്നു. കപ്പിൾ എൻട്രി അല്ലെന്നുണ്ടെങ്കിൽ യുവയുടെ ഒരു എൻട്രി ബിഗ് ബോസിലേക്ക് എന്നൊക്കെ. എന്തായാലും ഈ ഒരു സീസണിൽ മൃദുലയുടെ പേര് അലോൺ ആയിട്ടാണ് കേൾക്കുന്നത്. നമുക്ക് നോക്കാൻ വരുമോ ഇല്ലയോ എന്നൊക്കെ. ഈ ഒരു 10 പേരുടെ പേരാണ് ഞാൻ ഈ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള 10-60 പേരുടെ പേരുകൾ ഓൾറെഡി ഉണ്ട്. ബിഗ് ബോസിലേക്ക് വരാൻ താല്പര്യമുള്ള നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്ന റീൽ ക്രിയേറ്റേഴ്സ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും കോൾ എത്താൻ സാധ്യതയുള്ള നമ്മുടെ സെലിബ്രിറ്റികൾ, ആർട്ടിസ്റ്റ് മേഖലയിൽ നിന്നുള്ള, ഫിറ്റ്നസ് മേഖലയിൽ നിന്നുള്ള ഇവരെയൊക്കെ ചേർന്ന് ഒരു 10-60 പേരുടെ ഷോർട്ട് ലിസ്റ്റ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇവരെയൊക്കെ ബിഗ് ബോസ് വിളിച്ചേക്കാം എന്ന് കരുതി. സോ ഇവരെല്ലാം നമ്മൾ ഒന്നിച്ചൊരു വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല. എല്ലാവരെയും നമ്മൾ ഒരു 15 കണ്ടസ്റ്റന്റ്, 10 കണ്ടസ്റ്റൻസ് ഒക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ പോർഷനുകളായിട്ട് സാധ്യതകൾ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോയിൽ ഇത്രയും പേരുടെ പേരാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത്. സോ നിങ്ങൾ ഈ ഒരു 10 പേരിൽ നിന്ന് ആരൊക്കെ ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് വന്നു കഴിഞ്ഞാൽ മികച്ചതായിരിക്കും, നിങ്ങൾക്ക് ആരൊക്കെ വന്നാലാണ് നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾക്ക് ഇഷ്ടം ആരെയാണ് എന്നൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.